അടുത്തൊരു static routing algorithm. The next static routing algorithm is flooding. So before going to the details of flooding, we can revise some topics. That is, what is routing? Routing is a process of selecting an outgoing line by a router to forward the packets to a different network. If your packet has to travel to a different network, you will first transmit this packet to a router, and the router will choose one of its outgoing line to transmit this packet. റൂട്ടറിലേക്ക് ഒരു പാക്കറ്റ് വരുമ്പോൾ റൂട്ടറിന് ഒന്നിൽ കൂടുതൽ ഔട്ട്ഗോയിങ് ഇൻ്റർഫേസ് ഉണ്ടാവും, ഔട്ട്ഗോയിങ് ലൈൻസ് ഉണ്ടാവും. ഇതിൽ ഏത് ഔട്ട്ഗോയിങ് ലൈൻസിലൂടെയാണ് നിങ്ങളുടെ ഈ പാക്കറ്റ് സെൻഡ് ചെയ്യേണ്ടത്, ഏത് ഔട്ട്ഗോയിങ് പാത്തിലൂടെ സെൻഡ് ചെയ്താലാണ് നിങ്ങളുടെ പാക്കറ്റ് ഡെസ്റ്റിനേഷനിലെത്തുന്നത്, അത് കണ്ടുപിടിക്കുന്ന പ്രോസസ്സാണ് റൂട്ടിംഗ് എന്ന് പറയുന്നത്. ഇതിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി റൂട്ടറിന് റൂട്ടിംഗ് ടേബിൾ ഉണ്ട്. ഇപ്പോൾ റൂട്ടിംഗ് ടേബിൾ എന്ന് പറയുന്നത്, റൂട്ടിംഗ് ടേബിളിനകത്ത് ഇൻഫർമേഷൻ ഉണ്ട്. നിങ്ങളുടെ വരുന്ന പാക്കറ്റിൻ്റെ ഇൻഫർമേഷൻ നോക്കിയിട്ട് അതിൻ്റെ ഡെസ്റ്റിനേഷൻ എവിടെയാണെന്ന് നോക്കിയിട്ട് ആ കറസ്പോണ്ടിങ് ഡെസ്റ്റിനേഷനിലേക്ക് പോകാനുള്ള ഇൻ്റർഫേസ് ഏതാണെന്ന് റൂട്ടറിൽ പറഞ്ഞിട്ടുണ്ടാകും. അപ്പം അങ്ങനെ റൂട്ടറിനകത്തുള്ള ടേബിൾ യൂസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ പാക്കറ്റ് ഫോർവേഡ് ചെയ്യുക. അപ്പോൾ ഈ റൂട്ടിംഗ് ടേബിൾ ബിൽഡ് ചെയ്യുന്നത് രണ്ട് രീതിയിൽ ബിൽഡ് ചെയ്യാം. ഒരു നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്ററിന് മാനുവലായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കാം, അങ്ങനെയാണെങ്കിൽ അതിനെ സ്റ്റാറ്റിക് റൂട്ടിംഗ് ടേബിൾ എന്ന് പറയും. അല്ലെങ്കിൽ ഡൈനാമിക് ആയിട്ട് നെറ്റ്വർക്കിലെ ട്രാഫിക് കണ്ടീഷൻസ് അനുസരിച്ച് നെറ്റ്വർക്ക് പ്രോട്ടോകോൾസിന് എന്ത് ചെയ്യാം, ഈ റൂട്ടിംഗ് ടേബിൾസ് ബിൽഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ കേസിലാണെങ്കിൽ ഒരു നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്ററെ മാനുവലി ചെയ്യുന്നതാണെങ്കിൽ എന്ന് പറയുന്ന പേരാണ് സ്റ്റാറ്റിക് റൂട്ടിംഗ് ടേബിൾസ്. ഡൈനാമിക് ആയിട്ട് നെറ്റ്വർക്കിലുണ്ടാവുന്ന ട്രാഫിക് കണ്ടീഷൻസിനനുസരിച്ച്, നെറ്റ്വർക്കിലുണ്ടാകുന്ന ചേഞ്ചസിനെല്ലാം അനുസരിച്ച് റൂട്ടിംഗ് ടേബിൾസ് മാറിക്കൊണ്ടിരിക്കുന്നെങ്കിൽ ദാറ്റ് ടൈപ്പ് ഓഫ് റൂട്ടിംഗ് ടേബിൾസ് ക്യാൻ ബി കോൾഡ് ആസ് ഡൈനാമിക് റൂട്ടിംഗ് ടേബിൾസ്. അതുപോലെ തന്നെ റൂട്ടിംഗ് അൽഗോരിതംസും രണ്ട് ടൈപ്പ് ഉണ്ട്, സ്റ്റാറ്റിക് റൂട്ടിംഗ് അൽഗോരിതംസ് ആൻഡ് ഡൈനാമിക് റൂട്ടിംഗ് അൽഗോരിതംസ്. സ്റ്റാറ്റിക് റൂട്ടിംഗ് അൽഗോരിതംസ് ആണെങ്കിൽ നെറ്റ്വർക്ക് നമ്മുടെ സ്റ്റാറ്റിക് റൂട്ടിംഗ് ടേബിൾസ് യൂസ് ചെയ്തിട്ടായിരിക്കും ഇത് വർക്ക് ചെയ്യുക. ഡൈനാമിക് റൂട്ടിംഗ് അൽഗോരിതംസ് ആണെങ്കിൽ റൂട്ടിംഗ് ടേബിൾസ് മാറിക്കൊണ്ടിരിക്കും, ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മളതിൽ ഒരു സ്റ്റാറ്റിക് റൂട്ടിംഗ് അൽഗോരിതം പഠിച്ചു, ഷോർട്ടസ്റ്റ് പാത്ത് റൂട്ടിംഗ് പഠിച്ചു. അതിനകത്ത് ഒരു വൺസ് റൂട്ട് ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ റൂട്ട് മാറില്ല, ആ റൂട്ടിലൂടെ തന്നെയായിരിക്കും ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുക, പാക്കറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുക. അപ്പോൾ അത് ദ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് സ്റ്റാറ്റിക് റൂട്ടിംഗ് അൽഗോരിതം ഈസ് ഫ്ലഡിംഗ്. ഫ്ലഡിംഗ് ഈസ് വെരി സിമ്പിൾ. ദ കൺസെപ്റ്റ് ഓഫ് ഫ്ലഡിംഗ് ഈസ്, റൂട്ടറിലേക്ക് ഒരു പാക്കറ്റ് വന്നാൽ ആ റൂട്ടർ എന്ത് ചെയ്യും, ആ റൂട്ടറിലുള്ള ബാക്കി എല്ലാ ഔട്ട് ഗോയിങ് ലൈൻസിലൂടെയും ഈ പാക്കറ്റിനെ ട്രാൻസ്മിറ്റ് ചെയ്യും. അത് എവിടേക്കാണ് പോകണമെന്നോ ഒന്നും നെറ്റ്വർക്ക് ഡീറ്റെയിൽസിലേക്ക് ഒന്നും പോവാതെ ജസ്റ്റ് വരുന്ന ഒരു പാക്കറ്റ് വരികയാണെങ്കിൽ വന്ന പാത്തിലേക്കല്ല, അതൊഴിച്ച് ബാക്കി എല്ലാ പാത്തിലേക്കും ഇതിനെ ട്രാൻസ്മിറ്റ് ചെയ്യും. സോ ഫ്ലഡിംഗ് ഇസ് എവരി ഇൻകമിങ് പാക്കറ്റ് ഈസ് സെൻഡ് ഔട്ട് ഓൺ every outgoing line except the one it arrived on. സോ ഇങ്ങനെ ഒരു റൂട്ടറിലേക്ക് ഒരു പാക്കറ്റ് വരുമ്പോൾ അതിന് എല്ലാ പാത്തിലേക്കും അങ്ങ് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ആ നെറ്റ്വർക്ക് മൊത്തം ഈ പാക്കറ്റ് അങ്ങോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന തുടങ്ങും. ഈ പാക്കറ്റ് അങ്ങോട്ട് ചുമ്മാ അങ്ങ് ട്രാൻസ്മിറ്റ് ചെയ്ത് തുടങ്ങും. നെറ്റ്വർക്കിലുള്ള എല്ലാ പാത്തിലൂടെയും ട്രാൻസ്മിറ്റ് ചെയ്ത് വിടുവാണ്. അപ്പോൾ ആവശ്യമില്ലാത്ത വഴി കൂടി ആവശ്യമുള്ള വഴി കൂടെ ഒക്കെ ഇത് പോകും. എന്തിനാണ് ഇത് ചെയ്യുന്നത്, ഏറ്റവും ഫാസ്റ്റായിട്ട് ഈ നമ്മുടെ ഈ പാക്കറ്റ് നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തണം, അതിന് വേണ്ടിയാണ് ഇങ്ങനെ ഫ്ലഡ് ചെയ്ത് വിടുന്നത്. ഇപ്പം ആ ഫ്ലഡ് മീൻസ് ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്, നേരെ അതിൻ്റെ ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് ഒന്നും നോക്കാതെ എല്ലാ പാത്തിൽ കൂടെ റൂട്ടർ അങ്ങ് സെൻഡ് ചെയ്യും. അപ്പോൾ ഡെസ്റ്റിനേഷനിലെത്തും, അതോടൊപ്പം ബാക്കി എല്ലാ പാത്തിൽ കൂടെ ഇത് ട്രാൻസ്മിറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ നമുക്കതിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഇതിങ്ങനെ നെറ്റ്വർക്കിലൂടെ അൺബൗണ്ടഡ് ആയിട്ട് ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്കതിനെ അതിൻ്റെ ഒരു ട്രാൻസ്മിഷൻ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മളതിലേക്കൊരു ചെയ്യാവുന്ന രണ്ട് മെത്തേഡ്. ഒന്ന്, നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പാക്കറ്റിന് കൂടെ ഒരു ഹോപ്പ് കൗണ്ടർ വേണ്ടി, ഹോപ്പ് കൗണ്ടർ വിച്ച് മീൻസ് ഇഫ് ദ ഹോപ്പ് കൗണ്ടർ ഈസ് 5, ഈ ഹോപ്പ് കൗണ്ടർ 5 ആണെങ്കിൽ, ഈ പാക്കറ്റിനകത്തുള്ള ഹോപ്പ് കൗണ്ടർ 5 ആണെങ്കിൽ ഈ പാക്കറ്റിന് മാക്സിമം 5 റൂട്ടർ വരെ പോകാൻ പറ്റുള്ളൂ. ഓരോ റൂട്ടറിലെത്തുമ്പോഴും ഹോപ്പ് കൗണ്ട് കുറച്ചുകൊണ്ടിരിക്കും. ഹോപ്പ് കൗണ്ട് 0 ആയിക്കഴിഞ്ഞാൽ പിന്നെ ആ റൂട്ടർ തന്നെ ട്രാൻസ്മിറ്റ് ചെയ്യില്ല. അപ്പോൾ അങ്ങനെ ഹോപ്പ് കൗണ്ടർ വഴി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഹോപ്പ് കൗണ്ട് 0 ആവുന്നത് വരെ ഇത് ഫോർവേഡ് ചെയ്യുള്ളൂ.
അടുത്തത് alternate അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് യൂസ് alternate ടെക്നിക് ഈസ് ടു കീപ് ട്രാക്ക് ഓഫ് നമുക്ക് ഏത് പാക്കറ്റാണ് ഫ്ലഡിങ് ഉണ്ടോയെന്ന് അറിയാനായിട്ട് നമ്മളൊരു സീക്വൻസ് നമ്പർ ആഡ് ചെയ്യും. അത് പാക്കറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്പർ കൊടുക്കുന്നു. ഓരോ റൂട്ടറിനും ഈ സീക്വൻസ് നമ്പർ വെച്ചിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഏത് പാക്കറ്റാണ് ഫ്ലഡ് ചെയ്യുന്നത്. എന്നിട്ട് തന്നെ ആ പാക്കറ്റിനെ അവോയ്ഡ് ചെയ്യാം. നമ്മൾ സീക്വൻസ് നമ്പർ എന്താണെന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, an alternate technique is to keep track of which packets have been flooded. It is achieved by putting a sequence number in each packet by the source router. Each router keeps a list of sequence numbers seen per source router. ഓരോ റൂട്ടർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഓരോ റൂട്ടറും ഓരോ റൂട്ടർ വഴിയുള്ള ഈ റൂട്ടേഴ്സ് എല്ലാം നെറ്റ്വർക്കിലുണ്ടല്ലോ, ഈ ഓരോ റൂട്ടറും ആ റൂട്ടർ കാണുന്ന പാക്കറ്റിൻ്റെ സീക്വൻസ് നമ്പർ കീപ്പ് ചെയ്യും. ലിസ്റ്റ് ഓഫ് സീക്വൻസ് നമ്പേഴ്സ് കീപ്പ് ചെയ്യും. അപ്പം ആ സീക്വൻസ് നമ്പറാണ് ഓരോ പാക്കറ്റിനെയും ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു നമ്പറാണ് സീക്വൻസ് നമ്പർ. അപ്പോൾ ഏത് പാക്കറ്റാണ് ഫ്ലഡ് ചെയ്യുന്നത് നോക്കിയിട്ട് ആ പാക്കറ്റിൻ്റെ സീക്വൻസ് നമ്പർ സൂക്ഷിച്ച് വയ്ക്കുന്നു. പിന്നീട് ആ പാക്കറ്റ് വരുമ്പോൾ അതിനെ ഫോർവേഡ് ചെയ്യില്ല. അങ്ങനെ നമുക്ക് അതിനെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഇനി ഈ ഫ്ലഡിങ്ങിൻ്റെ വേറൊരു വേരിയേഷനാണ് സെലക്റ്റീവ് ഫ്ലഡിങ്. ഇപ്പോൾ ഇൻ സെലക്റ്റീവ് ഫ്ലഡിങ് നമ്മൾ എല്ലാ ഡയറക്ഷനിലേക്കും ട്രാൻസ്മിറ്റ് ചെയ്യാതെ instead of sending every incoming packet on every outgoing lines, only on those lines that are going approximately in the right direction. അപ്പോൾ ഏത് ഡെസ്റ്റിനേഷൻ്റെ ഡയറക്ഷൻ എങ്കിലും നോക്കിയിട്ട് ആ ഒരു പാത്തിലേക്കെങ്കിലും ട്രാൻസ്മിറ്റ് ചെയ്യുക. അങ്ങനെ നമുക്ക് സെലക്റ്റീവ് ഫ്ലഡിങ് അപ്രോപ്രിയറ്റ് ഡയറക്ഷൻ കണ്ടുപിടിച്ചിട്ട് നമുക്ക് Here we can see 4 routers. ഈ ബ്ലൂ സർക്കിൾസ് എല്ലാം റൂട്ടേഴ്സ് ആണ്. 1, 2, 3 and 4. Here we have 4 routers and what is routing? Routing എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സപ്പോസ് ദിസ് റൂട്ടർ, ഈ റൂട്ടറിലേക്ക് ഒരു പാക്കറ്റ് വരുവാണ്. സപ്പോസ് പാക്കറ്റ് വരുന്നത് ഈ റൂട്ടിൽ കൂടി ഒരു പാക്കറ്റ് വന്നു കഴിഞ്ഞാൽ ഈ റൂട്ടർ എന്ത് ചെയ്യും? ഈ പാക്കറ്റിനെ ഏത് ഔട്ട് ഗോയിങ് ലൈൻസിലൂടെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, ഈ വഴി ട്രാൻസ്മിറ്റ് ചെയ്യുമോ, ഈ പാത്ത് ചൂസ് ചെയ്യുമോ, അങ്ങനെ ഒരു പാത്ത് ചൂസ് ചെയ്യുന്ന ആ ഒരു ഡിസിഷൻ ടേക്കിങ്ങിനെയാണ് റൂട്ടിംഗ് എന്ന് പറയുന്നത്. ഈ റൂട്ടറാണ് ചൂസ് ചെയ്യുന്നത് ഇതിലേക്കൊരു പാക്കറ്റ് വരുമ്പോൾ ആ പാക്കറ്റിനെ ഏത് ഔട്ട് ഗോയിങ് ലൈൻസിലൂടെ വിടണം. ദാറ്റ് ഡിസിഷൻ ഈസ് കോൾഡ് റൂട്ടിംഗ്. അതിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി റൂട്ടിനകത്ത് റൂട്ടിംഗ് ടേബിൾ ഉണ്ടാവും. ആ റൂട്ടിംഗ് ടേബിളിൽ പറഞ്ഞിട്ടുണ്ടാവും ഈ വരുന്ന പാക്കറ്റിൻ്റെ ഡെസ്റ്റിനേഷൻ ഏതാണെന്ന് നോക്കിയിട്ട് ഈ ഡെസ്റ്റിനേഷൻ ഇതാണെങ്കിൽ ഈ നെറ്റ്വർക്ക് ഈ പത്രത്തിൽ ട്രാൻസ്മിറ്റ് ചെയ്യും, അല്ല ഇതാണെങ്കിൽ ഈ പത്രത്തിൽ ട്രാൻസ്മിറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ അങ്ങനെ കൺസിഡർ ചെയ്യാം. അങ്ങനെ ഒരു പാത്ത് സെലക്ഷനാണ് റൂട്ടിംഗ് എന്ന് പറയുക. ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി റൂട്ടിനകത്ത് റൂട്ടിംഗ് ടേബിളൊക്കെ ഉണ്ടാകും. അത് നമ്മൾ എന്താണെന്ന് പറഞ്ഞു. പിന്നീട് പറയാൻ പോകുന്നത് വാട്ട് ഈസ് ഫ്ലഡിങ്. ഫ്ലഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലഡിങ് എന്ന് പറഞ്ഞാൽ സപ്പോസ് കൺസിഡർ ദിസ് റൂട്ടർ. ഈ റൂട്ടറിലേക്ക് ഒരു പാക്കറ്റ് വന്നു കഴിഞ്ഞാൽ ഈ റൂട്ടർ എന്ത് ചെയ്യും? ഈ വരുന്ന പാക്കറ്റിനെ ഈ രണ്ട് ബാക്കിയുള്ള വരുന്ന ഈ പാത്ത് ഒഴിച്ച് ബാക്കി എല്ലാ പാത്തിലൂടെയും ട്രാൻസ്മിറ്റ് ചെയ്യും. ഈ പാത്തിലൂടെ ഒരു പാക്കറ്റ് വന്നാൽ ഈ റൂട്ടർ ആ പാക്കറ്റിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ബാക്കിയുള്ള ഈ രണ്ട് ലൈനിൽ കൂടെ അതിന് ട്രാൻസ്മിറ്റ് ചെയ്യും. ഇതിനാണ് ഫ്ലഡിങ്. ഇത് ഇപ്പം 2 അല്ല 3 4 ലൈൻസിലുണ്ടെങ്കിൽ ആ ലൈൻസിലൂടെ എല്ലാം ട്രാൻസ്മിറ്റ് ചെയ്യും. വന്ന പാത്തിലൊഴികെ ബാക്കി എല്ലാ ലൈൻസിലൂടെയും ട്രാൻസ്മിറ്റ് ചെയ്യും. ദാറ്റ് ഈസ് കോൾഡ് ഫ്ലഡിങ്. ഫ്ലഡിങ്ങിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റാണ് എന്താണ്? ഹോപ്പ് കൗണ്ട്. സപ്പോസ് എസ് ഇസ് എ സോഴ്സ് നോഡ് ആൻഡ് ഡി ഈസ് എ ഡെസ്റ്റിനേഷൻ നോഡ്. അപ്പം suppose S want to transmit a packet to T. So in flooding what happens is that S will transmit a packet and put a hop counter in this packet. So in flooding a router will transmit packets in all its outgoing lines. So S will transmit a packet hop counter 2 through this line and also through this line. So what is a hop counter 2? When this packet hop counter 2 reaches this router will decrement the hop counter to 1 and it will forward this packet to this path also along this path. Okay, and this router receives that packet with hop counter 1. It will decrement that hop counter to 0.
once zero ആയി കഴിഞ്ഞാൽ പിന്നെ ട്രാൻസ്മിറ്റ് ചെയ്യില്ല. But this packet with hop counter 1 will reach its destination, and destination will make its hop counter 0, and it will accept that frame. Here through this line, this packet with hop counter 2 reaches here, and it will decrement the hop counter to 1 and forward this packet to D. So, and also this router will transmit this packet after decrementing hop count to 1 to transmit this line and through this direction. So in this way, a router will transmit packets to all its outgoing lines except the one in which it is arrived, and that method is called flooding. So you can avoid flooding by using this hop counter. Without this hop counter, the packet will be circulating around this network forever. So we can terminate the packet lifetime by using this hop counter. And so we can use a sequence number to identify which packet causes flooding, and these routers can stop transmitting that frame which causes flooding. Okay, this is flooding. Thank you.